ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ജനനായകനിലെ തേർഡ് സിംഗിൾ ചെല്ലമകെ ഫുൾ സോങ് റിയാക്ട് ചെയ്യാൻ പോവാണ്. സോ പാടിയിരിക്കുന്നത് ഉങ്കൽ നൻപൻ തളപതി വിജയ്. അപ്പോൾ നാളെയാണ് ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ച് ഡിസംബർ 27. അപ്പോൾ അതിനായിട്ട് മലേഷ്യയിൽ ഇപ്പോൾ തളപതി എത്തിയിട്ടുണ്ട്. ആൻഡ് അവിടെ ഇപ്പോഴേ നല്ല ക്രേസും കാര്യങ്ങളൊക്കെയാണ്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാട്ടൊന്ന് റിയാക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന എച്ച് വിനോദാണ്, മ്യൂസിക് അനിരുദ്ധ് രവിചന്ദർ, ഇതിൻ്റെ ലിറിക്സ് പെൻഡ് ബൈ വിവേക്. അപ്പോൾ നമുക്ക് ചെല്ലമംഗലെ സോങ് കേൾക്കാലോ. നമ്മൾ ഇന്നലെ പ്രോമോ കേട്ടതാണ്, അത് തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഉറങ്ങിയിരിക്കുകയാണ് അവൻ. അങ്ങനെ നമ്മൾ പാട്ടേക്കാൻ പോവാണ് ഗൈസ്. കൊട വേണം. അങ്ങനെ മ്യൂസിക്കാൽ തളപതി വിജയ് പ്രധാന പറഞ്ഞു ഡയറക്ടർ എച്ച് വിനോദ്. വീഡിയോ ഉണ്ട്, അതായത് ഫാത്തിമായ എന്റെ ലുക്കടാ, എനിക്കൊരു വയസ്സമ്പത്തൊന്നും ഒരാഴ്ച. ആ വോയിസ് സത്യം പറയാൻ ഒരു രക്ഷയില്ല. വോയിസ് അതെങ്ങനെയാണ് പുള്ളി. ഞാൻ ഒരു റീലും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ ടോപ്പ് സ്റ്റാർസിൽ ഏറ്റവും നന്നായിട്ട് പാടുന്ന സ്റ്റാർ തളപതി വിജയാണ്. അത് ഇപ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാണ് പുള്ളി. ആൻഡ് വിജയ് സാറിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാടുന്ന ഒരു പാട്ടും കൂടെ ആയിരിക്കും. ഇനി വേറെ പാട്ടുകളൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയാം. പക്ഷെ ഇത് സൂപ്പർ പാട്ട്, ഒരു മെലഡിയസ് പാട്ട്. അതായത് ഇതേപോലെ മുമ്പ് തെറി സിനിമയിൽ, അഡ്ലിയുടെ തെറി സിനിമയിൽ ഈന മീന അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അത് കുറച്ച് സ്പീഡിലുള്ള പാട്ട്, ഇത് കുറച്ച് ഒരു സ്ലോ പാട്ടാണ്. ആൻഡ് ആ കൊച്ചുമായിട്ടുള്ള കോമ്പിനേഷൻ, ആൻഡ് വിജയുടെ ലുക്ക്, ആ ഡ്രസ്സിങ്, ആ ഷർട്ട് പാൻ്റൊക്കെ ആയിട്ട് നല്ല ചാമാടി. സിംഗർ തളപതി വിജയ്, ലിറിക്സ് വിവേക്. നിനക്ക് ഏതെങ്കിലും വിവേകിനെ അറിയും? വിജയുടെ സിനിമ അനിരുദ്ധ മ്യൂസിക് ഉണ്ട്, മെലഡിയസ്. പിയാനോ ഇട്ട് വാസിക്ക തന്നെ അനിരുദ്ധ്. അനിരുദ്ധിന്റെ ആ ഒരു അതാണ് അനിരുദ്ധിന്റെ, എല്ലാവരും പറയും അനിരുദ്ധിന് ഒരു റോക്ക് സ്റ്റാർ ആണ്, അനിരുദ്ധിന് ഒരു മാസ് അപ്പീലാണ്, എപ്പോഴും മാസ് സോങ്. പക്ഷെ അനിരുദ്ധിന്റെ ഒരു റൊമാൻസ് സൈഡ്, അല്ലെങ്കിൽ അനിരുദ്ധിന്റെ ഒരു സ്ലോ ബീറ്റ് സൈഡ് വേറൊരു സാധനമുണ്ട്. പിയാനായിട്ടൊക്കെ അങ്ങ് അഴിച്ചു വിടും, ആ ഒരു ടൈപ്പാണ് ഇതും. കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു വോയിസ്, ഒരു മെലഡീസ് ആയിട്ടും. അതൊരു കുട്ടിയുടെ സോങ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പതിയെ ഇങ്ങനെ സ്ലോ ബീറ്റിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ എല്ലാവരും ലിറിക്സ് വീഡിയോയിൽ ചിത്രശലം. കുട്ടികൾക്ക് എന്തൊക്കെ വേണം, നിനക്ക് എന്തൊക്കെ കണ്ടാ ഇഷ്ടപ്പെടും? വിജയിന്റെ സിനിമ കണ്ടാ ഇഷ്ടപ്പെടും. ഈ ചിത്രശലഭമൊക്കെ പോകണമെന്ന് ഇഷ്ടമില്ലേ? പിന്നെ ഈ മഴയത്ത് കുളിക്കണത്, പിന്നെ വാപ്പാൻ്റെ കൂടെ കടയിൽ പോണത്, ഇതൊക്കെ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? എന്നിട്ട് ഇവന്മാര് പറയും ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ലെന്ന്. പിന്നെ വാങ്ങിച്ചു തരുമ്പോൾ അത് ഉടനെ എടുത്ത് കഴിക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. എന്നിട്ട് അതുകൊണ്ട് ഒരു അച്ഛനും മകളും ഒരു ഇനിയിപ്പം ഒരു ബോണ്ട്. അതാരെ പോയിരിക്കുന്നത് അവന്റെ കൊച്ചു ക്യൂട്ടായിട്ടിരിക്കാണ് തളപതി.
ഇത് എന്ത് ലുക്ക് ചെല്ലാമേ എൻ ചെല്ല മകളെ പോണേ ഒരു സത്യം പറയാല്ല പാട്ട് കേട്ടോണ്ടേ ഇരിക്കാൻ തോന്നുന്നു ഉള്ള പറയാല്ല ആ വിജയുടെ വോയിസ് വിജയുടെ ആ ലുക്ക് കരിഷ്മ ഞാൻ വിജയ് വലത്തെ കയ്യിൽ കാപ്പിട്ടിരിക്കുന്നുണ്ട് അതാണ് മാമ ഇട്ടിട്ട് കണ്ട വിജയ് വലത്തെ കയ്യിൽ ഇട്ടിരിക്കുന്നുണ്ട് മറ്റേ വള അതാണിത് വേണ്ട ഞാൻ വള ഇട്ടിരിക്കുന്നുണ്ട് വിജയ് ഇട്ടിരിക്കും കാപ്പ് മാസ്റ്റർ മാസ്റ്റർ കണ്ട അതാണിത് വിജയ് ആ ലുക്കും കരിഷ്മയൊക്കെ വേറെ ലെവല് ഗൈസ് കൊച്ചു കുട്ടികളോട് എങ്ങനെയാണ് നിങ്ങളെ പാട്ടുകാരുണ്ടാ എൻ ചെല്ല മകനേ മകളെ അവസാനം വിജയ് കരയണല്ലേ അല്ലേ അപ്പം പാട്ട് ഇഷ്ടപ്പെട്ടോ നിനക്ക് കൊള്ളാമല്ലോ നല്ല പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മള് പാട്ടിങ്ങനെ രസിച്ചുകൊണ്ടിരുന്ന അവസാനം വിജയ് കരയണ പോലെ കേട്ടല്ലേ അത് അപ്പോഴേക്ക് നമ്മളും ഡൗൺ ആയി ഇമോഷണലായി ഇത് ചെല്ലമകളെ പാട്ട് സൂപ്പർ ഗൈസ് ഉള്ളത് പറയാലോ ഒരു പേരൻസിനുള്ള ഒരു പാട്ട് കൊച്ചു കുട്ടികൾക്കുള്ള ഒരു പാട്ട് കേൾക്കാൻ തന്നെ നല്ലൊരു ഇമ്പോണ്ട് ആ തളപതിയുടെ വോയിസ് എല്ലാത്തിലും ഉപരി ഇത് വിജയ് പൊളിറ്റിക്സിൽ പോകണം നിങ്ങൾ അവെല്ലാം അറിഞ്ഞ ടിവിക്ക് ഒരു പാർട്ടിയൊക്കെ ആയി വിജയ് പൊളിറ്റിക്സിൽ പോകണം ഇനി സിനിമ ഇത് വിജയുടെ ലാസ്റ്റ് സിനിമയാണ് ഇനി വേറെ സിനിമയില്ല അങ്ങനെ വിജയുടെ ലാസ്റ്റ് സിനിമയാണ് എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ലാസ്റ്റ് പാട്ട് പാടുന്നത് വിജയുടെ വോക്കലിൽ വരുന്ന സൗണ്ടിൽ വരുന്ന വോയിസിൽ വരുന്ന ലാസ്റ്റ് പാട്ടും ഇതായിരിക്കും അതായത് ചെല്ലമകളെ വേറെ പാട്ടിന് വരുവാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ ഗൈസ് കാരണം നാളെ ഓഡിയോ ലോഞ്ചുമാണ് ഇനി നാളെ അറിയാം മിക്കവാറും ഇത് തന്നെ ആയിരിക്കും ലാസ്റ്റ് പാട്ട് എൻ്റെ പൊന്നോ പാട്ട് നന്നായിട്ടുണ്ട് ഗൈസ് അപ്പം ജനുവരി 9, 2026 പൊങ്കൽ റിലീസിനായിട്ടാണ് ജനനായകൻ എത്തുന്നത് തളപതി വിജയ് പൂജ ജെ മമിത ബൈജു നരേൻ പ്രകാശ് രാജ് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് ബോബി ഡിയോളാണ് വില്ലനായിട്ട് വരുന്നതെന്നാണ് പറയുന്നത് ആൻഡ് സിനിമയുടെ ചെല്ലമകൻ ഉറക്കം പറഞ്ഞ ചെല്ലമകൻ ആൻഡ് സിനിമയിലെ അനിരുദ്ധ് രവിചന്ദ്രാണ് മ്യൂസിക് ചെയ്യുന്ന ക്യാബിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൊത്തത്തിലെ ഒരു നല്ലൊരു റിലീസ് കിട്ടേണ്ടിയിരുന്നതാണ് പക്ഷെ DMKയും ടി വിക്കൊക്കെ എതിരെ ഉള്ള ഒരു ഇതായതുകൊണ്ട് DMK ഒരു പേഴ്സണൽ അറ്റാക്ക് റെഡ് ജയന്റ് 10-ാം തീയതി മ്യൂസിക് വെച്ചിരിക്കുക അവർക്ക് വേണമെങ്കിൽ ഒരു കിടിലൻ ഒരു ഫെയർവെല് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ അവർക്ക് വാശിയാണ് വിജയുടെ അവിടെ ആ വാശിയൊക്കെ വിജയ് ഉണ്ടാക്കി കൊടുത്തോളും അത് വേറെ കാര്യം പക്ഷെ മൊത്തത്തിൽ പാട്ട് ഒരു രക്ഷയില്ല ഗൈസ് കണ്ണേ മണിയേ കണ്ണീമയേ ആൻഡ് വിജയ് അവസാനം നിങ്ങൾക്ക് കേട്ടില്ല വിജയ് അവസാനം കരയണത് വിജയ് അവസാനം കരയുന്നുണ്ട് ഗൈസ് ഇപ്പൊ നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞൂടെ പെട്ടെന്ന് അത് കേട്ടപ്പോ നമ്മളും ഇങ്ങനെ എന്തോന്നില്ല ആലോചിച്ചല്ലേ ഞെട്ടിപ്പോയല്ലേ നമ്മളും ഇങ്ങനെ എന്തിനു കരയണ അപ്പൊ ഒരു എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പം കുട്ടി വയ്യാതെ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പാട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് പിന്നെ അച്ഛനമ്മയ്ക്ക് മക്കളെ കാണുമ്പോൾ പ്രത്യേകിച്ച് കരയേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ അവരെ കണ്ടാലേ അവർക്ക് കണ്ണീരും കരച്ചിലൊക്കെ വരും സ്നേഹത്തിലാണ് അപ്പൊ ഇനി അങ്ങനെയാണെന്നും അറിഞ്ഞൂടാ പക്ഷെ പാട്ട് വിജയുടെ വോയിസ് മറ്റേ ട്രോളിൽ കണ്ടോ പോലെ വിജയ് സാർ ഉങ്ക വായ കൊണ്ട് കാതിൽ വൈകി കേക്കട്ടെ പാട്ട് ഒരുപാട് കേക്കട്ടെ മുതൽ പാട്ട് വേറെ ലെവല് ഗൈസ് നമുക്ക് ഇനിയും ചെയ്യണം അല്ലേ പാട്ട് കണ്ണേ അപ്പൊ നിങ്ങൾ പാട്ട് ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ ഗൈസ് ഇവരിനി ഇത് കേൾക്കാനാണ് ചാൻസ് കൂടുതൽ ഇവരതിൽ കണ്ട് വിജയുടെ ചാമും കരിസ്മ എല്ലാം കണ്ട് ആ കുട്ടി എന്നാലും ഫാത്തിമയെ പോലെ ഇരിപ്പുണ്ടല്ലേ
ഫാത്തിമയെ കൊച്ചിയിൽ, ഫാത്തിമയല്ല സജിനയുടെ കൊച്ചു ഫോട്ടോ നമ്മളുണ്ടല്ലോ, സജിന കൊച്ചു ഇടിരിയും കറക്റ്റ് ഏതാണ്ട് എന്റെ മരുമോളെ പോലെ ഒരു സജിനയുടെ ആ കൊച്ചു ലുക്കിലെല്ലാം പാട്ട് സൂപ്പർ പാട്ട്. പാട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാ? അപ്പം വിജയ് സാർക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ പറ. വിജയ് സാർ ഹാപ്പി ന്യൂ ഇയർ.